പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ത്രിഗ്രഹ യോഗങ്ങളെക്കുറിച്ച്. 3 ഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം. ഇവിടെ പരസ്പരം 3 ഗ്രഹയോഗങ്ങളിൽ സൂര്യനും ചന്ദ്രനും ബുധനുമാകുന്നു. ഇതൊരു നല്ല യോഗമാണ്. ദിഗ്രഹയോഗത്തിൽ സൂര്യനും ബുധനും ഒന്നിച്ച് വന്നാലും ചന്ദ്രനും ബുധനും ഒന്നിച്ച് വന്നാലും അത് നല്ല യോഗങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്രകാരം ഇതിൻ്റെ നല്ലൊരു ഭാഗം നല്ല ഫലങ്ങളെ, സത്ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. തേജസ്വി നിപുണമതിഹി ശാസ്ത്രകലാഗോഷ്ഠി പാനരഥഃ നൃപകൃത്യകരോ ധീരോ രവിശശിജൈഹി സഹൈകസ്ഥൈഹി. ഇവിടെ ഒരേ രാശിയിൽ സൂര്യനും ചന്ദ്രനും ബുധനും വരികയാണെങ്കിൽ ആ വ്യക്തി ആരായിരിക്കുമെന്നാണ് സാരാവലിയിൽ ആചാര്യൻ വിലയിരുത്തുന്നത്. മേൽപ്പറഞ്ഞ വ്യക്തി പുരുഷനായാലും സ്ത്രീയായാലും വളരെയധികം തേജസ്സുള്ള വ്യക്തിയായിരിക്കും. കാര്യങ്ങളിൽ അങ്ങേയറ്റം സാമർഥ്യം പ്രകടിപ്പിക്കും ആ വ്യക്തി. ശാസ്ത്ര വിഷയങ്ങളിലും കലാവിദ്യകളിലും സദസ്സിലും അദ്ദേഹം ശോഭിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് മദ്യത്തിനോട് വളരെയധികം താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. മദ്യപാന രതിയുള്ള വ്യക്തിയായിരിക്കും അദ്ദേഹം. അത് ശ്രദ്ധിക്കണം. വളരെയധികം ധീരനായിരിക്കും. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഏറ്റെടുത്ത് നടത്താൻ കഴിയും. പിന്നെ പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാനം രാജാവിൻ്റെ വലിയ വലിയ വ്യക്തികളുടെ സങ്കേതത്തിലായിരിക്കുമെന്നും ഒരു പ്രത്യേക ഫലമുണ്ട്. അതിനാൽ വളരെ നല്ല ഒരു ഫലമാണ് ഈ യോഗം ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെയും ഒരിക്കലും മദ്യപാനം മുതലായ വിഷയങ്ങളിൽ ചെന്ന് തൻ്റെ പ്രഭ, ശോഭ നശിപ്പിക്കുവാൻ പാടില്ല എന്ന് മാത്രം.